നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കാത്ത സുരനാഥൻ ദീനവദനായി അഗ്നി തുടങ്ങിയ ദേവന്മാരോടും ചാരണന്മാർ, ഋഷിമാർ തുടങ്ങിയവരോടും പറഞ്ഞു, മഹാനുഭാവനായ ഗൗതമന്റെ തപസ് മുടക്കുക എന്ന ദേവകാര്യത്തിന് ശ്രമിച്ചപ്പോൾ ക്രുദ്ധനായ മാമുനി എന്നെ ശപിച്ചു. കോപമുണ്ടായതിനാൽ തപോവിഘ്നം വന്നു. അതിനാൽ ആഗ്രഹിച്ചത് ഫലപ്രദമായതുമില്ല. ബ്രഹ്മർഷി പത്നി അഹല്യയെയും നിരസിച്ചു, ശപിച്ചു. അല്ലയോ ദേവഋഷി ചാരണന്മാരെ, സുരകാര്യത്തിനു വേണ്ടി ശ്രമിച്ച എന്നെ സഫലനാക്കി തീർക്കുവിൻ. ശതക്രതുവിൻ്റെ വാക്കുകൾ കേട്ട അഗ്നി മുതലായ ദേവശ്രേഷ്ഠന്മാർ മരുദ്ഗണങ്ങളോടൊന്നിച്ച് പിതൃദേവ സന്നിധിയിലെത്തി ഉണർത്തി. കാമമോഹിതനായ വാസവൻ ആലോചന കൂടാതെ ഋഷിപത്നിയെ പ്രാപിച്ചു. ഉഗ്രശാപം കൊണ്ട് വിഫലകാര്യനായിരിക്കുന്നു. വൃഷണഹീനനായ ശതക്രതുവിന് ഇതാ ഈ ആടിൻ്റെ വൃഷണം എടുത്തു വയ്ക്കുക. നിങ്ങൾ പ്രസാദിക്കുവാൻ വൃഷണാപേതനായ ആടിനെയാണ് മേലാൽ തരുന്നതെങ്കിലും ആ മനുഷ്യന്മാരെ അനുഗ്രഹിക്കണം. പൂർണ്ണവും അനശ്വരവുമായ ഫലം ആ നരന്മാർക്ക് സിദ്ധിക്കണം. പാവകദേവന്റെ വാക്കുകൾ കേട്ട പിതൃക്കൾ അജവൃഷണമെടുത്ത് ദേവേന്ദ്രന് നൽകി. ദശരഥനന്ദനായ രാമ, അന്നു മുതൽക്കാണ് പിതൃക്കൾ അഫലങ്ങളായ അജങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിനെ സമർപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് ഉദ്ദിഷ്ടഫലത്തെയും കൊടുക്കുക പതിവാണ്. മഹാനുഭാവനായ ഗൗതമന്റെ തപസ്സിന്റെ പ്രഭാവത്താൽ ദേവനായ ദേവേന്ദ്രന് അജവൃഷണങ്ങളാണ് അന്നു മുതൽക്ക്. അത് തേജസ്വിയാർന്ന അരിമർദ്ദക, വരൂ, പുണ്യകർമ്മനിരതനായ ഗൗതമന്റെ ആശ്രമത്തിലേക്ക് കടക്കുക. മഹാഭാഗയും ദേവരൂപിണിയുമായ അഹല്യയെ കരകയറ്റുക. ബ്രഹ്മഋഷി വിശ്വാമിത്രന്റെ നിർദ്ദേശമനുസരിച്ച ശ്രീരാമചന്ദ്രൻ അനുജനുമൊന്നിച്ച് ആശ്രമാന്തർഭാഗത്തിലേക്ക് പാദങ്ങൾ ഊന്നി. അത്യുഗ്ര തപസ്സുകൊണ്ട് ഉജ്ജ്വലകാന്തിയോടെ ദേവന്മാർക്കോ അസുരന്മാർക്കോ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ അഹല്യാദേവി അചഞ്ചല ചിത്തയായിരിക്കുന്നത് രഘുവരനന്ദനന്മാർ കണ്ടു. ബ്രഹ്മാവ് അതിയജ്ഞം കൊണ്ട് നിർമ്മിച്ച ദിവ്യമായ പോലെ മഞ്ഞുകൊണ്ട് മൂടിയ മേഘപടത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെ പുകച്ചാത്തിൻ്റെ മധ്യത്തിൽ പ്രശോഭിക്കുന്ന അഗ്നിനാളം പോലെ അഗാധജലത്തിൻ്റെ നടുവിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യകിരണങ്ങൾ പോലെ 3 ലോകങ്ങളിൽ വസിക്കുന്നവർക്കും കാണുവാൻ സാധിക്കാതെയാണ് അഹല്യ അവിടെ അധിവസിക്കുന്നത്. ശ്രീ രഘുരാമ ദർശനമാണല്ലോ ശാപമോക്ഷം. ശ്രീരാമലക്ഷ്മണന്മാർ ഗൗതമ സഹധർമ്മിണിയുടെ പാദങ്ങളിൽ പ്രണിപതിച്ചു. ഭർതൃവാക്യം സ്മരിച്ച ദേവി കുമാരന്മാരെ സസന്തോഷം സ്വീകരിച്ച് ശാസ്ത്രത്തിൽ വിവരിച്ചതുപോലെ അർഘ്യപാദാദികൾ കൊണ്ട് അതിഥി പൂജ സശ്രദ്ധം അനുഷ്ഠിച്ചു. ബ്രഹ്മർഷി കൗശലികനും ഒന്നിച്ച് അഹല്യാദേവിയുടെ പുരോഭാഗത്തിൽ ശ്രീരാമചന്ദ്ര സൗമിത്രന്മാർ നിൽക്കുന്ന ആ പുണ്യാശ്രമത്തിലേക്ക് വാനിൽ നിന്ന് തുരുതുരെ പൂമഴ പൊഴിഞ്ഞു. ദേവദുന്ദുഭിനാദം കൊണ്ട് അന്തരീക്ഷം ശബ്ദമാനമായി. അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങി. ഗന്ധർവന്മാർ ഗാനം ആലപിച്ചു. നല്ലത് നല്ലത് എന്നിങ്ങനെ ദേവവര്യന്മാർ ഉദ്ഘോഷിച്ചു. തപസ്സുകൊണ്ട് ഏറ്റവും പരിശുദ്ധയായ അഹല്യയുടെ സമീപത്തിൽ ഉജ്ജ്വലനായ ഗൗതമൻ സന്നിഹിതനായി. ആ ദമ്പതികൾ ശ്രീരാമദേവനെയും അനുജനെയും കൗശിക ബ്രഹ്മഋഷിയെയും വഴിപോലെ പൂജിച്ച് കൃതകൃത്യരായി മഹാതപസ് അനുഷ്ഠിക്കുവാൻ സാനുവാദം തുടങ്ങി. മഹാപൂജ യഥാവിധി സ്വീകരിച്ച രഘുവരൻ മിഥില രാജധാനിയിലേക്ക് യാത്ര തുടർന്നു. ലക്ഷ്മണാനുതനായ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷീന്ദ്രനെ അനുഗമിച്ച് ഈശാനകോണിൽ കൂടി യജ്ഞകവാടത്തിൽ എത്തി. സാനുജനായ രഘുനാഥൻ മുനി വ്യാഘ്രനോട്, ഭഗവാനെ, മഹാത്മാവായ ജനകരാജർഷിയുടെ യജ്ഞസമൃദ്ധി ആശ്ചര്യജനകം തന്നെ. വേദാധ്യയനശാലികളായ മഹാബ്രാഹ്മണർ പല പല ദിക്കുകളിൽ നിന്നും 1000 വന്നിരിക്കുന്നു. ഋഷികവാടങ്ങൾ, ശകടങ്ങൾ 100 കണക്കിനുണ്ട്. ബ്രഹ്മർഷിവര്യനായ അവിടുത്തെ മനസ്സിന് സംതൃപ്തി അരുളുന്ന സ്ഥലം നമുക്ക് വസിക്കുവാൻ ഏർപ്പെടുത്താം. കുമാരന്റെ വാക്കുകൾ കേട്ട മഹാമുനി ബഹളമൊന്നുമില്ലാത്ത നിർമ്മല ജലയുക്തമായൊരു സ്ഥലം തിരഞ്ഞു കണ്ടുപിടിച്ചു. ബ്രഹ്മഋഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ യജ്ഞകവാടത്തിൽ എത്തിയിരിക്കുന്ന വിവരം കേട്ട രാജഋഷി പുരോഹിത ശ്രേഷ്ഠനായ ശതാനന്ദനെ മുൻനിർത്തി എതിരേൽക്കുവാൻ എത്തിക്കഴിഞ്ഞു. മഹാനുഭാവന്മാരായ ഋത്വിക്കുകളാണ് അർഘ്യം എടുത്ത് ഒന്നിച്ചുള്ളത്. ധാർമ്മിക ശ്രേഷ്ഠ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൗശികന് അർഘ്യമേകി മഹാത്മാവായ ജനകന്റെ പൂജകളേറ്റ വിശ്വാമിത്ര മാമുനി രാജാവിൻ്റെ കുശലവും യജ്ഞത്തിൻ്റെ
അനാമയവും സസ്മിതം ചോദിച്ചു. പുരോഹിതന്മാരോടും ഉപാധ്യായന്മാരോടും മഹർഷിവര്യന്മാരോടും ആഹ്ലാദത്തോടെ ന്യായമനുസരിച്ച് സംസാരിച്ച ഗാദിനന്ദനൻ അവരൊന്നിച്ച് ചേർന്ന് ഭൂപാലേന്ദ്രനെ തൊഴുതുകൊണ്ട്, ഭഗവാനെ, ഈ മുനീശ്വരന്മാരോടൊന്നിച്ച് അവിടുന്ന് ഇവിടെ ഇരുന്നാലും ആചാര്യന്മാർ, ഋത്വിക്കുകൾ, മന്ത്രിമാർ എന്നിവരൊന്നിച്ച് രാജഋഷി പ്രവരൻ അർഹതയനുസരിച്ച സ്ഥാനങ്ങളിൽ വിശ്വാമിത്ര അനുവാദത്തോടെ ഇരുന്നു. എല്ലാവരിലും സസ്നേഹം ദൃഷ്ടി പതിപ്പിച്ച് രാജഋഷി തൊഴുതുകൊണ്ട് കൗശികനോട് പറഞ്ഞു, ഭഗവാനെ, സർവദേവന്മാരും പ്രസാദിച്ച് യജ്ഞസമൃദ്ധിയുടെ ഫലം ഇന്നാണ് തന്നത്. ഈ ശ്രേഷ്ഠ യാഗത്തിൻ്റെ ഫലമെന്തോ അത് ഇന്നെനിക്ക് കിട്ടി. അവിടുത്തെ പുണ്യദർശനം സാധിച്ചുവല്ലോ. ഞാൻ ധന്യന്മാരിൽ ധന്യനായി, അനുഗ്രഹീതന്മാരിൽ അഗ്രഗണ്യനായി. മാമുനീശ്വരന്മാരാൽ ആവൃതനായ അവിടുന്ന് ഈ യജ്ഞശാലയെ പാവനമാക്കി തീർത്തു. ബ്രഹ്മർഷി വര്യനായ ആചാര്യ, ഇനി 12 ദിവസം കൂടി വേണം യാഗപരിസമാപ്തിക്ക് എന്നാണ് അമേയ ബുദ്ധിശാലികൾ അരുളി ചെയ്തത്. അവരവരുടെ ഭാഗം സ്വീകരിക്കുവാൻ വന്നു ചേരുന്ന ദേവന്മാരെ അവിടത്തേക്ക് നേരിൽ കാണാം. വയോവൃദ്ധനും കൂടിയായ രാജഋഷിയുടെ നേത്രങ്ങൾ അല്പമൊന്ന് മുകളീകൃതമായി മൃദുമന്ദഹാസത്തോടെ തുടർന്നു, മുനീശ്വര, അവിടത്തേക്ക് മംഗളം സിദ്ധിക്കട്ടെ. ദേവതുല്യന്മാരായ ഈ വീരകുമാരന്മാർ മൃഗേന്ദ്രൻ്റെയും മധയാനയുടെയും ഗതി ഇന്നവരും ശാർദൂല വൃഷഭതുല്യരുമാണ്. തണ്ഡാരികൾ പോലെ വിശാല യതന നയനങ്ങളോടുകൂടിയ ഇവർ അശ്വിനി ദേവകളേക്കാൾ സൗഭാഗ്യം ഏറിയവരാകുന്നു. വാള്, വില്ല്, ആവനാഴി എന്നിവയണിഞ്ഞ് യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ സുകുമാര ശരീരികൾ എന്തോ കാരണത്താൽ ഭൂമിയിലേക്ക് വന്ന അമരബലവാന്മാരെ പോലെ തോന്നുന്നു. പുണ്ടരീക വിശാല നക്ഷന്മാരും കാകപക്ഷധാരികളും ദിവ്യായുധങ്ങളെ ഏന്തിയവരുമായ ഇവർ അഗ്നിതുല്യ തേജസ് ഏന്തുന്നു. ഏതൊരുവൻ്റെയും കണ്ണും കരളും രൂപധാര്യാദികൾ കൊണ്ട് കക്കുന്ന ഇവർ എൻ്റെ വംശത്തെയും എന്നെയും ഉയർത്തുവാൻ വേണ്ടി വന്നവരെ പോലെയാണ് തോന്നുന്നത്. ചന്ദ്രസൂര്യന്മാർ അമ്പരതലത്തെ ഒന്നിച്ച് പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ മിഥിലാ രാജ്യത്തെ തന്നെ ഇവർ പ്രശോഭിപ്പിക്കുന്നു. ഒരേ വലിപ്പം, ഒരേ രൂപം, ഒരേ ചേഷ്ട. അത്ഭുതജനകമാണ് ഇവരുടെ യോജിപ്പ്. ദുർഗമങ്ങളായ വഴികളിൽ കൂടി നടന്ന് വരുവാൻ കാരണമെന്താണ്? ഏത് ധന്യാത്മാവിൻ്റെ ആത്മജന്മാരാണ്? എല്ലാ വിവരങ്ങളും അറിയുവാൻ ആഗ്രഹമുണ്ട്. മഹാത്മാ ജനകന്റെ ചോദ്യങ്ങൾ കേട്ട ബ്രഹ്മർഷി മഹാരാജാ ദശരഥന്റെ പുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ സിദ്ധാശ്രമത്തിൽ വസിച്ചതും നക്തഞ്ചരന്മാരെ വധിച്ചതും ആലസ്യലേശമില്ലാതെ സിംഹബലവാന്മാർ പോലെ വിശാലാപുരിയിൽ എത്തിയതും മിഥിലാ പാന്തത്തിലുള്ള ആശ്രമത്തിൽ വെച്ച് അഹല്യയെ കണ്ടതും ഗൗതമമാമുനി വന്നതും വിശദമായി പറഞ്ഞു. ഇവിടെയുള്ള പള്ളിവില്ല് കാണുവാൻ ആഗ്രഹിച്ചാണ് ഞങ്ങളൊന്നിച്ച് എത്തിയിട്ടുള്ളതെന്നും മുനി പ്രൗഢൻ അറിയിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.